Good morning, my dears. Next topic, historical evolution of operations management. History of operations management or historical evolution of operations management. Then operations management ഒരു ഹിസ്റ്ററി, അതായത് ഇപ്പോൾ ഈ പറയുന്ന ഈ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇത് കാലങ്ങളോളമായിട്ടുണ്ടായിരുന്ന ഒന്നാണോ അതോ വളരെ റീസെൻ്റായിട്ട് നമുക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പേപ്പറാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് നോക്കാം, അതിൻ്റെ ഇവല്യൂഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലൊക്കെ നമ്മൾ മാനുഫാക്ചറിങ് കൺസേൺസ് ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നൊരു ടോപ്പിക്കാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഡിഡ് നോട്ട് എമർജ് ആസ് എ ഫോർമൽ ഫീൽഡ് ഓഫ് സ്റ്റഡി അണ്ടിൽ ദ ലേറ്റ് 1950s ആൻഡ് ഏർലി 1960s. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളൊരു ടോപ്പിക്കൊന്നുമല്ല. Scholars began to recognize that all production systems face a common set of problems and to stress the system approach to viewing the operation process. Many events helped shape of operations management. We will describe some of the most significant of the historical milestones and explain the influences on the development of operations management. അതായത് 1960കളിലോ 1980കളിലോ ഒക്കെ ആയിട്ട് വളരെ പെട്ടെന്ന് ഒരു ആവിർഭാവം കൊണ്ട അല്ലെങ്കിൽ പെട്ടെന്ന് കടന്നു വന്ന ഒരു ടോപ്പിക്കല്ല ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനൊരു ഹിസ്റ്ററിക്കൽ ഇവല്യൂഷൻ തന്നെ ഇതിനുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് ഉണ്ട്. അപ്പോൾ ഏതൊരു കാലഘട്ടം മുതലോ കുറേ മുൻപ് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്തുനിന്നോ എന്ത് തുടങ്ങുന്നുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആരംഭിച്ചിട്ടുണ്ട്. then അതിൻ്റെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്, അപ്പോൾ അത് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ, ഏതൊക്കെ കാലഘട്ടങ്ങളിലൂടെയാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് കടന്നു വന്നിട്ടുള്ളത് എന്നാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. then അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഡിഡ് നോട്ട് എമർജ് ആസ് എ ഫോർമൽ ഫീൽഡ് ഓഫ് സ്റ്റഡി അണ്ടിൽ ദ ലേറ്റ് 1950s ആൻഡ് ഏർലി 1960. when scholars began to recognize that all the production system face a common set of problems and to stress the system's approach to viewing operation process. Many events helped the shape of operations management. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് ഒക്കെ എന്തിനുള്ളതാണ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് അതൊരു ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻ്റ് ആണ് ഇത് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക, കോസ്റ്റ് എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യാൻ പറ്റുക, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ അതൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ പഠിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഫസ്റ്റ് വൺ പറയാനുള്ളത് ഓരോ കാലഘട്ടങ്ങളിലായിട്ട് നമുക്കതിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. അവിടെ നമ്മൾ പറയുന്നത് എന്താണ്, we will describe some of the most significant of these historical milestones and explain their influence on the development of operations management. First one is the industrial revolution. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് the industrial revolution ആണ്. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യാവസായിക വിപ്ലവം അല്ലേ. നമ്മൾ പറയണം ഓരോ അവിടുന്ന് മുതലേ നമുക്ക് എന്തുണ്ട് എന്ന് പറയുന്നു ഓപ്പറേഷൻ. അപ്പോൾ ഫസ്റ്റ് ഒരു ഇറ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു കാലഘട്ടമാണ്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ദ way goods are produced today. Prior to the moment, products were made by hand by skilled craft people in their shop or homes. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് Industrial revolution. The industrial revolution had a significant impact on the way goods are produced today. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ്, വളരെ പ്രധാനപ്പെട്ടൊരു മാറ്റം തന്നെ ഏത് ഫീൽഡിലുണ്ടാക്കിയിട്ടുണ്ട്, ദെൻ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദെൻ പ്രൊഡക്റ്റ് വെയർ മെയ്ഡ് ബൈ ഹാൻഡ് ബൈ സ്കിൽഡ് ക്രാഫ്റ്റ് പീപ്പിൾ ഇൻ ദെയർ
in their shop or farms. ഈച്ച് പ്രൊഡക്റ്റ് ഹാസ് യൂണിക് മെയ്ഡ് ബൈ വൺ പേഴ്സൺ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഓരോ വ്യക്തികളും പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ദെൻ അവിടെ ഇതൊരു യൂണിക് ഫീച്ചറായിരുന്നു എന്നൊക്കെ പറയാം. യൂണിക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് എന്നുള്ള പോലെ തന്നെ ഓരോ വ്യക്തികളും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും വ്യത്യസ്തമായിരിക്കും. സോ ഇറ്റ് ഈസ് എ യൂണിക് ഇൻ നേച്ചർ, യൂണിക് ഫീച്ചർ എന്ന് പറയാനായിട്ട് സാധിക്കും. മെയ്ഡ് ബൈ വൺ പേഴ്സൺ. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ചേഞ്ച് ഓൾ ദീസ് തിങ്സ്. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ 1770s, 1770 കാലഘട്ടങ്ങളിൽ. ദെൻ ഇൻഡസ്ട്രിയൽ 1770 കാലഘട്ടങ്ങളിൽ വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ നമ്പർ ഓഫ് ഇൻവെൻഷൻസ് ദാറ്റ് റിൽ ദ മെഷീൻ പവർ ഇൻസ്റ്റെഡ് ഓഫ് ഹ്യൂമൻ പവർ. The most important of these was the steam engine, which was invented by James Watt in 1764. The steam engine provided a new source of power that was used to replace the human labor in textile machines, making plants and other facilities. Steam engine ആവിർഭാവത്തോടുകൂടി, സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി വളരെ വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ സംഭവിച്ചിരിക്കുന്നത്. This concept of the factory was emerging. In addition, the steam engine led to advances in transportation such as railroad that allowed for a wider distribution of goods. Then next one is about the same time the concept of division of labor was introduced by Adam Smith in 1776. Division of labor means the production of a goods is broken down into a series of small elementary tasks, each of which is performed by different worker. The repetition of the task allowed the worker to become highly specialized in the task. Division of labor allowed a higher volume to be produced. This coupled with advance in transportation enabled distant markets to reach the steam powered boats and railroad. അതായത് ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഒരു വളരെ വലിയൊരു മാറ്റം, ഒരു ചേഞ്ച് ഉണ്ടായിട്ടുള്ള കാലഘട്ടമാണെന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടങ്ങളിൽ സ്റ്റീം എഞ്ചിൻ്റെയൊക്കെ കണ്ടുപിടുത്തവും അതുമൂലം നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു വ്യക്തി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഒരു യൂണിക് ഫീച്ചറായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു, സ്റ്റീം എഞ്ചിൻ്റെ ആവിർഭാവം വന്നു, ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ വളരെയധികം ചേഞ്ചസ് വന്നിട്ടുണ്ട്. Then 1790 there is an interchangeable part prior to that time. Every part used to production process and unique. With the interchangeable parts are standardized so that every item in batch of items fits equally. This concept meant what we could move from one at a time production to volume production in the manufacture of watches, clothes and similar items. ഒരു ഫസ്റ്റ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് കാലഘട്ടം മുതലേ ഉണ്ട്? 1770s മുതലേ എന്തുണ്ട്, ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലഘട്ടം മുതലേ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളായിട്ടാണ് പഠിക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് ഇതിലെ മെയിൻ ചേഞ്ച് വന്നിരിക്കുന്നത് ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എഞ്ചിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി മാനുഫാക്ചറിങ് സെൻറ്റേഴ്സിലോ മാനുഫാക്ചേഴ്സ് യൂണിറ്റിലൊക്കെ ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ് ആണ്. രണ്ടാമത് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ആണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് വാസ് ആൻ അപ്രോച്ച് ടു മാനേജ്മെൻറ്റ് പ്രൊമോട്ടഡ് ബൈ F.W. Taylor. Through scientific management to increase the worker productivity and organizational output. This concept has two key features. First, it is assumed that workers are motivated only by money and are limited only by their physical ability. അങ്ങനെ ഇവിടെ പറയുന്ന പോയിന്റ്. രണ്ടാമത് പറഞ്ഞാൽ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റിൽ. നെക്സ്റ്റ് ഇറ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ശാസ്ത്രീയപരമായിട്ടുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന F.W. ടൈലറാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആയിരുന്നു ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം, ഇതൊക്കെ ആ കാലഘട്ടങ്ങളിലും ഇതേപോലെ തന്നെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് പ്രാധാന്യം വന്നിരുന്നു. ടൈലർ ബിലീവ്ഡ് ദാറ്റ് വർക്കർ പ്രൊഡക്ടിവിറ്റി ഈസ് ഗവേൺഡ് ബൈ സയൻറ്റിഫിക് ലോസ്. ശരിക്കും ടൈലറുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ദെൻ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ഗവേൺഡ് ബൈ സയൻറ്റിഫിക് ലോ. ശരിയായിട്ടുള്ള ശാസ്ത്രീയപരമായിട്ടുള്ള നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റും എന്നതാണ് ഏത് കാലഘട്ടങ്ങളിൽ പറഞ്ഞിരുന്നത്? സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ F.W. ടൈലറുടെ കോൺസെപ്റ്റിലുണ്ടായിരുന്നത്. ആൻഡ് ഇറ്റ് മാനേജ്മെൻറ്റ് ടു ഡിസ്കവർ ദീസ് ലോസ് ത്രൂ ദ മെഷർമെൻറ്റ് അനാലിസിസ്.
Then scientific management is a major milestone in the field of operations management. അപ്പോൾ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിലെ കാതലായിട്ടുള്ള മാറ്റം സംഭവിച്ചിരിക്കുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടത്താണ്. ആ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിലെ ഇറ്റ്സ് എ മേജർ മൈൽസ്റ്റോൺ ഇൻ ദ ഫീൽഡ് ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഹാഡ് മെനി ഇൻഫ്ലുവൻസസ് ഓൺ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ, പീസ് റേറ്റ് ഇൻസെൻറ്റീവ്സ് in which workers are paid in direct proportion to their output came out of this movement. Also a widely used method of work measurement. Stopwatch time studies was introduced by Frederick Taylor. Stopwatch time studies, observations are made and recorded of a worker performing task over many cycles. അദ്ദേഹം ശരിക്കും ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവന്നു. പിന്നെ അതുപോലെ തന്നെ പീസ് റേറ്റ് സിസ്റ്റം, അതായത് വേജ് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുത്ത് എഫിഷ്യൻ വർക്കേഴ്സിന് കൂടുതൽ റേറ്റ് കിട്ടണം അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വേണം എന്നുള്ളത്, അത് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ എല്ലാം ഒരു മെക്കാനിക്കലായിട്ട് സയൻറ്റിഫിക്കായിട്ട് അദ്ദേഹം പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടത്ത് കണ്ടുപിടിച്ചിരുന്നത്. ദെൻ തേർഡ് ഇറ എന്ന് പറയുന്നത് ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളുണ്ട്. ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ 1970 കാലഘട്ടങ്ങളിൽ വ്യാവസായിക വിപ്ലവം, വ്യവസായത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അവിടെ ഇതിൻ്റെ സ്റ്റീം എഞ്ചിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അതൊക്കെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിന് ഒരു കോൺട്രിബ്യൂഷനായിരുന്നു. അതിനുശേഷമാണ് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകൾ, ശാസ്ത്രീയപരമായിട്ടുള്ള മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകൾ. ഇത് FW ടൈലർ ആണിത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കറിയാം. FW ടൈലർ ആണിത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം ഡിവിഷൻ ഓഫ് ലേബർ, പീസ് റേറ്റ് സിസ്റ്റം ഇതൊക്കെ നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും സയൻറ്റിഫിക് ലോസ് ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് ഇതിൽ പറഞ്ഞ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇറ എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻ്റ് ആണ്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. ദെൻ ഈ കാലഘട്ടം ആകുമ്പോഴേക്കും അവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിലെ the early 20th century was dominated by a scientific management movement and the philosophy. However, it is changed with the publication of Hathron studies. The Hathron studies were conducted by Western Electric Plant in Hathron. Then in 1930, the purpose was to study the effect of environmental changes such as changes in lighting and room temperature on the productivity of assembly line workers. The findings from the study were unexpected. Productivity of the workers continued to increase regardless in the environment changes made. Elton Mayo, a sociologist from Harvard, analyzed his result and concluded that workers were actually motivated by the attention they were given. അവിടെ ഹാത്രോൺ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. എൽട്ടൺ മായോയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ അറിയാം. ഹീസ് എ സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻ്റ് ആണ്. എങ്ങനെയാണ് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുക, ഏത് രീതിയിലാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ശാസ്ത്രീയപരമായിട്ടുള്ള തത്വങ്ങൾ കൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് FW ടൈലർ പറഞ്ഞതെങ്കിൽ, ശരിക്കും ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിൽ പറയുന്നത്. മെനി സോഷ്യോളജിസ്റ്റ് ആൻഡ് സൈക്കോളജിസ്റ്റ് വെൻറ്റ് ടു ഹാത്രോൺ ടു സ്റ്റഡി ദീസ് ഫൈൻഡിങ്സ്. ദെൻ ഇത് കണ്ടുപിടിക്കാനായിട്ട് വിച്ച് ലെഡ് ടു ദ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് ദ എൻറ്റയർലി ന്യൂ ഫിലോസഫീസ് ബേസ്ഡ് ഓൺ ദ റെക്കഗ്നിഷൻ ദാറ്റ് ഫാക്ട് ദാറ്റ് അതർ ദാൻ മണി ക്യാൻ കോൺട്രിബ്യൂട്ട് ടു വർക്കർ പ്രൊഡക്ടിവിറ്റി. ദ ഇമ്പാക്റ്റ് ഓഫ് ദീസ് ഫൈൻഡിങ്സ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഓപ്പറേഷൻ ആൻഡ് ട്രമെൻഡസ്. വളരെ വലിയൊരു ചേഞ്ച്. Scientific management had made jobs too repetitive and boring. Job enlargement is an approach to which workers are given larger portion of the total. ഇവിടെ നമ്മളോട് പറയുന്നത് ഹാത്രോൺ സ്റ്റഡീസിലെ അദ്ദേഹത്തിൻ്റെ എക്സാമ്പിൾ, ഹാത്രോൺ സ്റ്റഡീസ് ഷോഡ് ദാറ്റ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ഹാഡ് മെയ്ഡ് ജോബ് ടു റിപ്പീറ്റേറ്റീവ് ആൻഡ് ബോറിങ്. അതായത് സയൻറ്റിഫിക് സ്റ്റഡീസ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള രീതിയിലുള്ള എൻകറേജ്മെൻ്റ് ഒക്കെ കൊടുക്കുകയും ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് ആ ജോലി ഒരു ആവർത്തന വിരസത, അതായത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു അങ്ങനെയാണ് നമുക്ക് ഏതിൽ ഫീൽ ചെയ്യുക, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ദാറ്റ് ഇസ് ബോറിങ് എന്നാണ് പറയുന്നത്. ജോബ് എൻലാർജ്മെൻറ്റ് ഈസ് എൻ അപ്രോച്ച് ഇൻ വിച്ച് വർക്കർ ആർ ഗിവൺ എ ലാർജർ പോർഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ടു ഡു. അനദർ അപ്രോച്ച് യൂസ്ഡ് ടു ഗിവൺ മോർ മീനിങ് ടു ജോബ്സ്, ജോബ് എൻറിച്ച്മെൻറ്റ് ഇൻ വിച്ച് വർക്കേഴ്സ് ആർ ഗിവൺ എ ഗ്രേറ്റർ റോൾ ഇൻ പ്ലാനിങ്. മാത്രമല്ല ജോബ് എൻറിച്ച്മെൻറ്റ് എന്നൊക്കെ പറയുന്ന
ടെക്നിക്കിലൂടെ ജോലിയിൽ എന്തെങ്കിലുമൊക്കെ റിപ്പീറ്റേറ്റീവ് നാച്ചുറലല്ലാതെ ജോലി മാറ്റി കൊടുത്തുകൊണ്ട് ഒരേ സെക്ഷനിൽ തന്നെ ഒരുപാട് കാലം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വിരസത ഇല്ലാതെയാക്കാനായിട്ട് ജോലി മാറ്റി കൊടുത്തുകൊണ്ട് ശരിയായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്സ്, അതായത് ഇതാണ് മൂന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഹ്യൂമൻ റിലേഷൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഒന്നുകൂടെ ചേഞ്ച് വരുത്തിക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നതാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് ഉണ്ട്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് കൺവേർഷൻ പ്രോസസ്സാണെന്നറിയാം. പക്ഷേ ഇവിടെ ഓരോ കാലഘട്ടങ്ങളിലും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ചേഞ്ചസ്, രണ്ടാമത് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന FW ടൈലറുടെ കാലഘട്ടത്തിലുണ്ടായിരിക്കുന്ന ചേഞ്ചസ്, ആൻഡ് തേർഡ് വൺ പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്. ഹ്യൂമൻ റിലേഷൻസ് അതായത് വ്യക്തികളുടെ റിലേഷൻസിലുണ്ടായിരിക്കുന്ന ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിന് ഉണ്ടായേക്കാവുന്ന ചേഞ്ചസ്. ദെൻ ഫോർത്ത് വൺ ഈസ് മാനേജ്മെൻറ്റ് സയൻസ്. ഇപ്പം നമ്മൾ പഠിക്കുന്നൊരു പേപ്പർ കൂടിയാണ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് സയൻസ്. ഇവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഇവല്യൂഷനെ, ഹിസ്റ്ററിയെ ചില കാലഘട്ടങ്ങളിലൂടെ വന്നിരിക്കുന്ന മാറ്റങ്ങളായിട്ടാണ് ഇവല്യൂഷൻ ചിത്രീകരിച്ചിരിക്കുന്നത്. അവിടെ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുമ്പോൾ വൈൽ മൂവ്മെൻറ്റ് വാസ് ഫോക്കസിങ് ദ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ദ ജോബ് ഡിസൈൻ ആൻഡ് അനദർ ഓൺ ദ ഹ്യൂമൻ ആസ്പെക്ട് ഓഫ് ദ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്, എ മൂവ്മെൻറ്റ് കോൾഡ് മാനേജ്മെൻറ്റ് സയൻസ് വാസ് ഡെവലപ്പിംഗ് ഇൻ ദാറ്റ് മേക്കിംഗ് ഇറ്റ്സ് ഓൺ യൂണിക് കോൺട്രിബ്യൂഷൻ. അതായത് ഒരു ടെക്നിക്കൽ ആസ്പെക്റ്റും അതേസമയം തന്നെ ഹ്യൂമൻ റിലേഷൻസ് ആസ്പെക്റ്റുകളും കൂടെ കൂടിച്ചേർത്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു അപ്രോച്ചാണ് നമ്മളെന്ത് പറയുന്നത്, മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് സയൻസ് ഫോക്കസ്ഡ് ഓൺ ഡെവലപ്പിംഗ് quantitative technique for solving operations problems. The first mathematical model for inventory management was developed by F.W. Harris in 1913. Shortly thereafter, procedures were developed for statistical sampling theory and quality control. Then World War II created as even greater need for the ability to quantitatively solve complex problems in logistic control, weapon system designing, the deployment of missiles. Consequently, management science grew during the war and continued to grow after the war was over. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു കാലഘട്ടത്താണ് നമ്മൾ മാനേജ്മെൻറ്റ് സയൻസ് അപ്രോച്ച് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതിനുശേഷവും തുടർന്ന് അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഓർഗനൈസേഷൻസിൽ നിലനിന്നിരുന്നു. മെനി ക്വാണ്ടിറ്റേറ്റീവ് ടൂൾസ് were developed to solve problems in forecasting, inventory control, project management and other areas. Management science is a mathematically oriented field that provides operations management which tools that can be used to assess in decision making. ഈ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ ടൂൾ. Management science is a mathematically oriented field that provides operations management which tools that can be used to assist in decision making. A popular example of such a tool is linear programming. One of the important tool is linear programming. Then next കാലഘട്ടത്തിൽ നമുക്ക് കമ്പ്യൂട്ടർ ഏജ് എന്ന് പറയാം. കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം. അപ്പോൾ ഏതൊക്കെ ഇവല്യൂഷനാണ്? ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞു, രണ്ടാമത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറഞ്ഞു, തേർഡ് വൺ ഈസ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, ഫോർത്ത് വൺ ഈസ് മാനേജ്മെൻറ്റ് സയൻസ് ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് കമ്പ്യൂട്ടർ ഏജ്. കമ്പ്യൂട്ടർ ഏജിൽ the 1970s witnessed was widespread use of computer in business. 1970 കാലഘട്ടങ്ങളിലൊക്കെ 1970s വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ ബിസിനസ്സിലെ ധാരാളം കമ്പ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി. വിത്ത് കമ്പ്യൂട്ടേഴ്സ് മെനി ഓഫ് ദ ക്വാണ്ടിറ്റേറ്റീവ് മോഡൽസ് ഡെവലപ്ഡ് ബൈ മാനേജ്മെൻറ്റ് സയൻസ് കുഡ് ബി യൂസ്ഡ് ഓഫ് എ ലാർജ് സ്കെയിൽ. ദെൻ ഡാറ്റ പ്രോസസ്സിംഗ് വാസ് മെയ്ഡ് ഏർലിയർ. Data processing was made easier with important effect in areas such as forecasting, scheduling and inventory management. Important computerized system material MRP was developed for inventory control and scheduling. Material requirement planning were able to process huge amount of data to compute inventory requirement and develop schedules for the production of thousands of items. ശരിക്കും ഒരു കമ്പ്യൂട്ടർ കാലഘട്ടത്തിലാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കും. അതായത് മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്,
ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ടെക്നിക്സിലൂടെ, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ടെക്നിക്സിലൂടെ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന ടെക്നിക്സിലൂടെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വളരെ വലിയൊരു ചേഞ്ച് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ്, സിക്സ്ത് പോയിൻ്റ് ഈസ് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോഡേൺ അപ്രോച്ച്. ഒന്നുകൂടെ മോഡേൺ ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു അപ്രോച്ചാണ് ഇത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. ദെൻ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നതിൽ just in time is the major operations management philosophy developed in Japan in 1980. 1980 കാലഘട്ടങ്ങളിലാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് നമ്മൾ കണ്ടതും. ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു അച്ചീവ് ഹൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി. മിനിമം ഇൻവെൻട്രി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട്, അതായത് മാക്സിമം പ്രൊഡക്ഷനിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു എന്ന് പറയാം. This is achieved through coordination of the flow of material so that the right parts arrive at the right place in the right quantity. Hence the term just in time. However, JIT is much more than the coordinated movement of goods. That is also called as GIST. That is just in time. JIT എന്നുള്ള പേരിലാണ് ഇതറിയാൻ തുടങ്ങിയത്, ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ ജസ്റ്റ് ഇൻ ടൈം ഫിലോസഫിയിൽ എന്താ പറയുന്നത്? ദെൻ ഹൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ യൂസിങ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി. മിനിമം എമൗണ്ട് ഇൻവെൻട്രി വളരെ കുറവ് ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം പ്രൊഡക്ഷനിലേക്ക് എത്തിക്കുക. അതാണ് നമ്മൾ പറയുന്നത് ദാറ്റ് ഡിസൈൻ ടു അച്ചീവ് ഹൈ വോളിയം പ്രൊഡക്ഷൻ യൂസിങ് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻറ്ററി. This is achieved through the coordination of the flow of materials so that the right parts arrive at the right place at the right quality and right quantity. Then just in time was first used in manufacturing process. It has been used in service sector. For example, in food services industry, JIT has had a profound impact on changing the way companies manage in their operations. Food companies-ലൊക്കെയാണ് JIT എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻസ് ഫിലോസഫി നമ്മൾ മാനേജ്മെൻറ്റ് ഫിലോസഫി നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലഘട്ടങ്ങളിലെ അവിടെ സ്റ്റീം എഞ്ചിൻ്റെയൊക്കെ ഒരു ആവിർഭാവം ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വളരെയധികം കോൺട്രിബ്യൂഷനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമത് പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് FW ടൈലറുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. പീസ് റേറ്റ് സിസ്റ്റം, പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ ഓഫ് ലേബർ എന്നൊക്കെ പറയുന്ന പ്രിൻസിപ്പിൾസ് ആണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്തിരുന്നത് അല്ലേ. ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൽ അവിടെ ദെൻ പ്രൊഡക്ടിവിറ്റി വിൽ ബി ഇൻക്രീസ്ഡ്. അവിടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അവിടെ സയൻറ്റിഫിക് ലോസ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് ഇതിൽ പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻ്റ് ആണ്. പിന്നെ ഈ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് കൂടാതെ നെക്സ്റ്റ് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻ്റ് ആണ്. ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുന്നത് മാൻ പവറിൻ്റെ ഉപയോഗം, മാൻ പവർ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യപ്പെടണം എന്നുള്ളതൊക്കെയാണ് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിൽ പറയുന്നത്. ദെൻ ഫോർത്ത് പോയിന്റിൽ മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മാത്തമെറ്റിക്കൽ അപ്രോച്ച് ഇൻ ഇൻഡസ്ട്രിയൽ ഏരിയാസ്. അവിടെയാണ് നമുക്ക് മാനേജ്മെൻറ്റ് സയൻസ്. പിന്നെ അതുകൂടാതെ നെക്സ്റ്റ് ഇറ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ഏജാണ്. കമ്പ്യൂട്ടർ കാലഘട്ടങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ ഏജിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ദെൻ അവിടെ ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ് എന്നൊക്കെ പറയുന്ന ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കമ്പ്യൂട്ടറിലൂടെ ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടർ ഏജിൽ വന്നിരിക്കുന്ന മാറ്റം. പിന്നെ വന്നിരിക്കുന്നത് ജസ്റ്റ് ഇൻ ടൈം, ശരിയായിട്ടുള്ള സമയത്ത് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നൊരു ഒരു മാനേജ്മെൻറ്റ് ഓപ്പറേഷൻസ് ഫിലോസഫിയാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന അപ്രോച്ച്. ജപ്പാനിലാണ് 1980 കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ദാറ്റ് ഡിസൈൻ ടു അച്ചീവ് ഹൈ വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ വിത്ത് മിനിമം എമൗണ്ട് ഓഫ് ഇൻവെൻട്രി. മിനിമം ഇൻവെൻട്രി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതാണ് ജസ്റ്റ് ഇൻ ടൈം അപ്രോച്ചിൽ പറയുന്നത്. ദിസ് അച്ചീവ്ഡ് ത്രൂ കോർഡിനേഷൻ ഓഫ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ സോ ദാറ്റ് ദ റൈറ്റ് പാർട്ട് അറൈവ് അറ്റ് ദ റൈറ്റ് പ്ലേസ് ഇൻ റൈറ്റ് ക്വാണ്ടിറ്റി, ഹൻസ് ദ ടേം ജസ്റ്റ് ഇൻ ടൈം. അതായത് ശരിയായിട്ടുള്ള റോ മെറ്റീരിയൽസ് ശരിയായിട്ടുള്ള സമയത്ത് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് ഇത് ജസ്റ്റ് ഇൻ ടൈം.
ദെൻ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പറയാവുന്നത് ദാറ്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി മൂവ്മെൻറ്റ്. 7th പോയിന്റ് ഈസ് ടോട്ടൽ ക്വാളിറ്റി മൂവ്മെൻറ്റ്. ടോട്ടൽ TQM. പിന്നെ വന്നിരിക്കുന്ന ഒരു മോഡേൺ അപ്രോച്ചാണ് TQM എന്ന് പറയുന്നത്, ടോട്ടൽ ക്വാളിറ്റി അപ്രോച്ച്. TQM ഈസ് എ ഫിലോസഫി promulgated by quality gurus such as W. Edwards Deming that aggressively seeks to improve the product quality by eliminating cause of product defect and making quality an all-encompassing organizational philosophy. അവിടെ TQM എന്ന് പറയുന്നത് എ കസ്റ്റമർ ഡിമാൻഡ് എവർ ഹയർ ക്വാളിറ്റി ഇൻ ദെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. കസ്റ്റമറുടെ ഡിമാൻഡ് ഏത് കാലത്തും, കസ്റ്റമറുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഏത് കാലത്തും ഏതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഹയർ ക്വാളിറ്റി. ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം അല്ലേ. അപ്പം ഇത് ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ മാറുമ്പോഴും ഓരോ തരത്തിലുള്ള പ്രോബ്ലംസാണ് മാനുഫാക്ചറിങ് യൂണിറ്റുകളിലും ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളിലൊക്കെ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ദെൻ ഈ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന 1990 കാലഘട്ടങ്ങളിൽ ഫേസ് ചെയ്തിരിക്കുന്ന പ്രോബ്ലമാണ് TQM എന്ന് പറയുന്നത്, ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാരണം കസ്റ്റമേഴ്സിന് എപ്പോഴും എവർ ചേഞ്ചിങ് അല്ലെങ്കിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് എത്തിച്ചിരിക്കണം എന്നുള്ളതാണ്. കസ്റ്റമർ ഡിമാൻഡ് എവർ ഹയർ ക്വാളിറ്റി ഇൻ ദെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. എല്ലായ്പ്പോഴും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് അവരിലേക്ക് എത്തപ്പെടണം എന്നുള്ളതാണ്. കമ്പനീസ് ഹാവ് ബീൻ ഫോഴ്സ്ഡ് ടു ഫോക്കസ് ഓൺ ഇംപ്രൂവിങ് ക്വാളിറ്റി ഇൻ ഓർഡർ ടു റിമെയിൻ കോമ്പറ്റേറ്റീവ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ ഫിലോസഫി പ്രൊമുൾഗേറ്റഡ് ബൈ ക്വാളിറ്റി ഗുരൂസ്. കണ്ടോ, പിന്നീട് അത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന അപ്രോച്ചിലൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. Then last TQM was practiced by some companies in the 1970s and became pervasive in the 1990s. This is an area of operations management that has no competitive company has been able to ignore. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കൂടുതൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ ഈ കാലഘട്ടത്തിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. 9th പോയിന്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ. 8th പോയിന്റ് ഈസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. Supply chain management. Supply chain management involves management the flow of materials and information from suppliers and buyers of raw materials all the way to final consumers. The objective is to have everyone in the chain work together to reduce the overall cost and improve quality and service delivery. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് എ ടീം അപ്രോച്ച്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ടീം അപ്രോച്ചാണ് വിത്ത് ഫങ്ഷൻസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, പർച്ചേസിംഗ്, ഓപ്പറേഷൻസ് ആൻഡ് എൻജിനീയറിംഗ് ഓഫ് all working together. This approach has been shown to result in more satisfied customers, meaning that everyone in the chain profit. Supply chain management has become possible with the development of information technology tools that enable collaborative planning and scheduling. The technologies allow synchronized supply chain execution and design collaboration, which enables companies to respond better and faster to changing market needs. നമ്മുടെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യപ്പെടുന്നത്? ദെൻ അവിടെ ഇറ്റ് ഇൻവോൾവ്സ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻഫർമേഷൻ. മെറ്റീരിയൽസ് ആണെങ്കിലും അതർ ഇൻഫർമേഷൻസിലാണെങ്കിലും ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ഓൾ ദ വേ ടു ദ ഫൈനൽ കസ്റ്റമേഴ്സ്. The objective is to have everyone in the chain work together to reduce the overall cost and improve quality and service delivery. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് റിക്വയേഴ്സ് എ ടീം അപ്രോച്ച്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ടീം അപ്രോച്ചായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് എ ടീം അപ്രോച്ച് വിത്ത് ഫങ്ഷൻസ് സച്ച് ആസ് മാർക്കറ്റിംഗ്, പർച്ചേസിംഗ്, ഓപ്പറേഷൻസ് ആൻഡ് എൻജിനീയറിംഗ് all working together. This approach has been shown to result in more satisfied customers, meaning that everyone in the chain profit. SCM has become possible with the development of information technology.
ഇതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് 9th വൺ ഈസ് എൻവയൺമെൻറ്റൽ ഇഷ്യൂ. നെക്സ്റ്റ് വൺ ഈസ് എൻവയൺമെൻറ്റൽ ഇഷ്യൂ. എൻവയൺമെൻറ്റ്, ദറ്റ് ഈസ് എൻവയൺമെൻറ്റൽ ഇഷ്യൂ. പിന്നീട് ഒരു ബിസിനസ്സിൻ്റെ സക്സസ് അവിടെ നമുക്ക് നേരിടുന്ന മറ്റൊരു പ്രോബ്ലമാണ് റീസെൻ്റായിട്ട് കാണുന്ന പ്രോബ്ലംസാണ് എൻവയൺമെൻറ്റൽ ഇഷ്യൂ. ദെൻ there is an increasing emphasis on the need to reduce waste. There is an increasing emphasis on the needs to reduce, recycle and reuse product and parts. Society had placed great pressure on business to focus on air and water quality, waste disposal, global warming and other environmental issue. അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് സക്സസ് ആയിട്ട് ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം, അത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ റിസോഴ്സസ് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ തന്നെ അവിടെ പറയുന്നതാണ് ഇത് അവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു ഏരിയ ആയിട്ട് മാറുകയാണ് ഇത് എൻവയൺമെൻറ്റൽ ഇഷ്യൂ എന്ന് പറയുന്നത്. അവിടെ ദർ ഈസ് ഇൻക്രീസിങ് എംഫസിസ് ഓൺ ദ നീഡ് ടു റിഡ്യൂസ് വേസ്റ്റേജ്. അവിടെ ഏതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ട് വന്നു, നീഡ് ടു റിഡ്യൂസ് വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് നമ്മൾ റെസ്പോൺസിബിളായി. There is an increasing emphasis on the need to reduce waste കുറയ്ക്കണം. റീസൈക്കിൾ, ദെൻ എന്താ പറയുക, റീസൈക്കിൾ വീണ്ടും ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും യൂസ് ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് റീസൈക്ലിംഗ് പ്രോസസ്സ്. റീയൂസ് പ്രോഡക്റ്റ്, വീണ്ടും ആ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എൻവയൺമെൻറ്റൽ ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ട് ഓരോ ബിസിനസ് സ്ഥാപനങ്ങളെയും അത് ബാധിക്കാനായിട്ട്. സൊസൈറ്റി ഹാസ് പ്ലേസ്ഡ് എ ഗ്രേറ്റർ പ്രഷർ ഓൺ ബിസിനസ് ഓൺ ഫോക്കസിങ് ഓൺ എയർ ആൻഡ് വാട്ടർ ക്വാളിറ്റി. അതായത് എയർ പൊല്യൂഷനൊന്നും ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കണം, വാട്ടർ പൊല്യൂഷനൊന്നും ഇല്ലാതെ കൊണ്ടുപോകാം. അപ്പോൾ എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, അതായത് എൻവയൺമെൻറ്റിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരിക്കലും പരിസ്ഥിതിയെ മലിനപ്പെടുത്താത്ത രീതിയിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഉപയോഗിക്കാനും കഴിയണം എന്നുള്ള രീതിയിലേക്ക് എൻവയൺമെൻറ്റൽ പ്രോബ്ലംസ്, ഗ്ലോബൽ വാർമിംഗ്, ആഗോള താപനമൊക്കെ സംഭവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനദർ റിസ്ക് കൂടി വരികയാണ്. Then society has placed greater pressure on business to focus on air and water quality, waste disposal, global warming and other environmental issues. അത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് കൂടെ കടന്നു വന്നു. Operations management plays a key role in redesigning process and product in order to meet the exceed environmental quality standards. The importance of this issue is demonstrated by a set of standards termed ISO 14000, developed by the International Organization for Standardization. These standards provide guidelines and a certification program documenting a company's environmentally responsible action. അവിടെ നമ്മൾ ഇതിന് കൂടെ റെസ്പോൺസിബിൾ ആയിട്ട് വന്നു. എൻവയൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ആദ്യം അതൊരു ചലഞ്ചായിട്ട് മാറണം. ആ ചലഞ്ചസിന് കൂടെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് കഴിയുക എന്ന് പറയുന്ന ഏരിയയിലേക്കത് വന്നു. ദർ ഈസ് എ എൻവയൺമെൻറ്റൽ ഇഷ്യൂ. അതാണ് 9th പോയിൻറ്റ്. 10th പോയിൻറ്റിൽ പറയുന്നത് ദറ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. പിന്നത്തെ ഒരു ആവിർഭാവം എന്ന് പറയുന്നത് ഇ കൊമേഴ്സാണ്. ദറ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. Electronic commerce is the use of the internet for conducting business activities such as communication, business transactions and data transfer. It has allowed companies to reach more customers at a specified speed infinity faster than ever before. It also has significantly cut costs as it provides direct link between entities. E-commerce can occur between businesses. E-commerce മിക്കവാറും ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലാണ്. ദാറ്റ് ഈസ് B2B, ദെൻ B2C എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസ്. B2S, ബിസിനസ് ടു സപ്ലയേഴ്സ്, ബിസിനസ് ടു കസ്റ്റമേഴ്സ്, ബിസിനസ് ടു ബിസിനസ് എന്നൊക്കെ പറയുന്ന ദെൻ അവിടെ ഇ കൊമേഴ്സ് ആക്ടിവിറ്റീസാണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇലക്ട്രോണിക് കൊമേഴ്സ് ക്യാൻ ഒക്വർ ബിറ്റ്വീൻ ബിസിനസ്സസ് നോൺ ആസ് B2B, ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് ആൻഡ് മേക്ക് highest percentage of transactions. The most common B2B exchanging occur between companies and their suppliers, such as General Electronic Trading Process Network. A more commonly known type of e-commerce occurs between business and their customers, that is B2C.
exchange and seen with online retailers such as Amazon. E-commerce can also occur between customers known as C2C, customers to customers, then like customer auction sites and eBay. E-commerce is creating a virtual marketplace that continue to change it a business function. E-commerce is creating a virtual marketplace. E-commerce then ഏതിലേക്ക് മാറ്റാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. That is e-commerce is creating virtual marketplace that continue to change the way of business function. അപ്പോൾ then അവിടെ B2B പറയാം, B2C, eBay ആണോ, ഇതൊക്കെ ഇതിന് എക്സാമ്പിൾസാണ് മാർക്കറ്റിംഗ്. അപ്പോൾ ദെൻ അവിടെ ഓപ്പറേഷൻസ് ഓരോ കാലഘട്ടങ്ങളിലും അവിടെ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കിതിൽ മനസ്സിലാവുന്നത്. ഇനി അപ്പോൾ ഏകദേശം ഇന്നെടുത്തിരിക്കുന്ന ടോപ്പിക്ക് മെയിനായിട്ട് ഏതാണ്, ഹിസ്റ്ററി ഓർ ഇവല്യൂഷൻ ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റിലൂടെ ഒന്ന് കടന്നു പോവാം. ലാസ്റ്റ് ദറ്റ് ഈസ് എ ഹിസ്റ്ററി ഓഫ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഈസ് എ കൺവേർഷൻ പ്രോസസ്സാണ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന ഒരു കൺവേർഷൻ പ്രോസസ്സിനെയാണ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അവിടെ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യണം, ബിസിനസ്സിന് ലാഭം ഉണ്ടാക്കി കൊടുക്കണം, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോസസ്സിങ് ഏതിൽ വരുന്നുണ്ട്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ 21st സെഞ്ച്വറിയിലോ 20th സെഞ്ച്വറിയിലൊന്നും കൊണ്ടുവന്നിട്ടുള്ള പുതിയൊരു ടേം അല്ല ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാലങ്ങളോളമായിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യും തോറും അവിടെയൊക്കെ അപ്പോൾ ഉണ്ടായിരുന്ന ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രൊഡക്ഷൻ ഏരിയാസിലൊക്കെ ചേഞ്ച് വരുത്തിക്കൊണ്ട് നിലനിന്നിരുന്ന ഒരു ഏരിയയാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടങ്ങളെയും നമ്മൾ എടുത്തെടുത്ത് കാണിക്കാനുള്ള കാരണം. ദെൻ അവിടെ ഫസ്റ്റ് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് 1970 കാലഘട്ടങ്ങളിലെ വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി മെഷീനറീസൊക്കെ കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി, സ്റ്റീം എഞ്ചിനൊക്കെ കണ്ടുപിടിച്ചു. അത് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിലായാലും ഒക്കെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ വളരെ ഒരു ചേഞ്ച് ഈ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റ്, ഒരു ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റാണ് നമ്മൾ അപ്ലൈ ചെയ്തിരുന്നത്. അതാണ് അതിൻ്റെ ഫസ്റ്റ് ഇറ എന്ന് പറയുന്നത്. ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഇറ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഏരിയാസാണ് അതിൻ്റെ ഫസ്റ്റ് ഇറ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് സയൻറ്റിഫിക് അപ്രോച്ചാണ്, സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. FW ടൈലറാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് FW ടൈലറാണ്. FW ടൈലറിനെ സംബന്ധിച്ചിടത്തോളം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് പ്രൊഡക്ടിവിറ്റി മേ ബി ഇൻക്രീസ്ഡ് ത്രൂ അപ്ലൈയിങ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്. ശാസ്ത്രീയപരമായിട്ടുള്ള രീതിയിലുള്ള മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് വോള്യൂം ഓഫ് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അദ്ദേഹം അതിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ ടൈം വേജ് സിസ്റ്റം, പീസ് റേറ്റ് സിസ്റ്റം, മോഷൻ സ്റ്റഡി, മൂവ്മെൻറ്റ് സ്റ്റഡി എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ആശയങ്ങൾ വെച്ചുകൊണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചസിലൂടെ ഡിവിഷൻ ഓഫ് ലേബർ, അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ചിലൂടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറയുന്ന സെക്കൻഡ് അപ്രോച്ചാണ് ഇത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റാണ്. ഈ ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിലെ അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഹ്യൂമൻ റിലേഷൻസിനാണ്. എൽട്ടൺ മായുഗ് വന്ന ഹാത്രോൺ സ്റ്റഡീസിലൊക്കെ മോട്ടിവേഷൻ സ്റ്റഡീസിലൂടെയൊക്കെയാണ് ഏത് ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റിൻ്റെ ചില ആശയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട്, അതായത് സയൻറ്റിഫിക് അപ്രോച്ചിലൂടെ അതൊരു ബോറിംഗ് ആവുന്ന രീതിയിൽ പ്രൊഡക്ടിവിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറി കസ്റ്റമേഴ്സിനെ ഒന്നുകൂടെ ദെൻ അവിടെ ഹ്യൂമൻ റിസോഴ്സസ് ഒന്നുകൂടെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് എവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്
അതിനുശേഷം പിന്നീട് കണ്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് മാനേജ്മെൻറ്റ് സയൻസിൻ്റെയൊക്കെ ആവിർഭാവം എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് സയൻസിൽ ഇറ്റ് ഈസ് എ മാത്തമെറ്റിക്കൽ അപ്രോച്ചാണ്. മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓർ മാത്തമെറ്റിക്കൽ അപ്രോച്ചാണ് മാനേജ്മെൻറ്റ് സയൻസിൽ വരിക. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് സയൻസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒക്കെ സമയത്തും ശരിക്കും ഇത്തരത്തിലുള്ള മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെയാണ് അതൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ് ഫീൽഡിലും ഇൻഡസ്ട്രിയൽ ഫീൽഡിലൊക്കെ സയൻറ്റിഫിക് അപ്രോച്ച് ഏറ്റവും ഈസി ആയിട്ട് നമുക്കതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എല്ലായിടത്തും നമ്മളൊരു ലീനിയർ പ്രോഗ്രാമിംഗ് ഒക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഓപ്പറേഷൻ പ്രോസസ്സ് ഒന്നുകൂടെ ഈസിയാക്കി മാറ്റാനായിട്ട് സാധിക്കും എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള കാലഘട്ടമാണ് ദ ഇറ ഓഫ് മാനേജ്മെൻറ്റ് സയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടർ ഏജാണ്. കമ്പ്യൂട്ടറിൻ്റെ കാലഘട്ടം വന്നു. കമ്പ്യൂട്ടർ കാലഘട്ടങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ ഏജിലൊക്കെ വരുന്നൊരു ചേഞ്ചസ് ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ ഏജിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുമ്പോൾ, കമ്പ്യൂട്ടർ ഇറ എന്നൊക്കെ പറയുമ്പോൾ ഇൻവെൻ്ററി മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാനായിട്ട് സാധിക്കുക. ദെൻ അവിടെ ആ കാലഘട്ടത്തെ മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്, ഇൻവെൻ്ററി മാനേജ്മെൻറ്റ് കോൺസെപ്റ്റുകളൊക്കെയാണ് കമ്പ്യൂട്ടർ ഏജിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ജസ്റ്റ് ഇൻ ടൈം. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച്. ദെൻ അവിടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് മെറ്റീരിയൽസ് അതേ പ്ലേസിലുണ്ടായിരിക്കും, ജസ്റ്റ് ടൈം, ജസ്റ്റ് പ്ലേസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു ഫിലോസഫിക്കൽ അപ്രോച്ചാണ് നമ്മൾ ഇതിൽ കണ്ടിരുന്നത്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന അപ്രോച്ചസിൽ കണ്ടിരുന്നത്. അവിടെ റൈറ്റ് പാർട്സ് അറൈവ് അറ്റ് ദ റൈറ്റ് പ്ലേസ്, എല്ലാ പാർട്സുകളും റൈറ്റ് പ്ലേസിൽ റൈറ്റ് ടൈമിൽ അവൈലബിൾ ആവുക എന്ന് പറയുന്നതാണ് ഇത് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്ന അപ്രോച്ചിലൂടെ. ദെൻ 7th പോയിൻ്റാണ് പിന്നീട് വന്നിരിക്കുന്ന ഒരു 1990 കാലഘട്ടങ്ങളിലൊക്കെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻ്റ് ആണ്. ടോട്ടൽ ക്വാളിറ്റി വാല്യൂ ആഡഡ് സർവീസസ് ആയിരിക്കണം, വേസ്റ്റേജ് മിനിമൈസ് ചെയ്തിരിക്കണം, കോസ്റ്റ് റിഡ്യൂസ് ചെയ്തിരിക്കണം, ക്വാളിറ്റി മാക്സിമൈസ് ചെയ്തിരിക്കണം. അങ്ങനെ ഓരോ ആസ്പെക്റ്റുകളിലൂടെയും ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം എന്ന് പറയുന്നത് അതിന് പ്രാധാന്യം വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. പിന്നെ പറയുന്നതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഒരു ടീം അപ്രോച്ചാണ്. ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫർമേഷൻ ഫ്രം സപ്ലയേഴ്സ് ആൻഡ് ബയേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ടു ഫൈനൽ കസ്റ്റമേഴ്സ്. ഇൻഫർമേഷൻ ആയിക്കോട്ടെ, മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതിൻ്റെ ഫ്ലോ ശരിയായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ്, ദാറ്റ് ഇസ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് വന്നിരിക്കുന്ന അനദർ ഇറ എന്ന് പറയുന്നതാണ് എൻവയൺമെൻറ്റൽ ഇഷ്യൂ. നെക്സ്റ്റ് വൺ, ആ ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് അല്ലേ, ഒരുപാട് ആഗോള താപനം, അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ അവിടെ കണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഗ്ലോബൽ വാർമിംഗ് അതായത് ശരിക്കും സൊസൈറ്റി റിഡ്യൂസ് വേസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കണം, റീസൈക്കിൾ, റീയൂസ്, എപ്പോഴും എക്കോ ഫ്രണ്ട്ലി പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാലഘട്ടം. അവിടെ നമ്മളെങ്ങനെയാണ് മാനേജ്മെൻറ്റ് അപ്രോച്ചസ് എന്നൊക്കെ പറയുന്നതാണ് എൻവയൺമെൻറ്റൽ ഇഷ്യൂസിൽ പറയാം. ദർ ഇസ് എൻവയൺമെൻറ്റൽ ഇഷ്യൂസ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇ കൊമേഴ്സാണ്. പ്രത്യേകിച്ചും ഈ ഒരു കോവിഡ് കാലഘട്ടത്തിലും കൂടുതലായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്, ഇ കൊമേഴ്സ് എന്ന് പറയുന്ന ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ വെർച്വൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്ന പ്ലേസിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ദറ്റ് ഈസ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഈ ഇ കൊമേഴ്സിൽ എന്തൊക്കെയാണ് B2B, ബിസിനസ് ടു ബിസിനസ്, ബിസിനസ് ടു കൺസ്യൂമേഴ്സ് എന്നൊക്കെ പറയുന്നതാണ് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്സാണ് നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട ചില പോയിൻറ്റ്സ്. ഇതാണ് അതിൻ്റെ ഇവല്യൂഷൻ. അപ്പോൾ ഇവല്യൂഷൻ പഠിക്കുമ്പോൾ ചില ചേഞ്ചസ് ആണ് നമ്മൾ ഇവല്യൂഷൻസ് ആയിട്ട് എടുക്കുന്നത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കൺക്ലൂഡ് ചെയ്യാം. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിലേഷൻസ് മൂവ്മെൻറ്റ്, മാനേജ്മെൻറ്റ് സയൻസ്, കമ്പ്യൂട്ടർ ഏജ്, ജസ്റ്റ് ഇൻ ടൈം, TQM, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, എൻവയൺമെൻറ്റൽ ഇഷ്യൂ ആൻഡ് ഇലക്ട്രോണിക് കൊമേഴ്സ്. ഇതാണ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് വന്നിരിക്കുന്ന കാലങ്ങളോളമായിട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ആവിർഭവിച്ച ഒന്നല്ല ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടങ്ങളും അതിനനുസരിച്ച് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് അപ്ലൈ ചെയ്തിരുന്നു എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇവല്യൂഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. താങ്ക് യു.